CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം രൂക്ഷമായി. വീടുകളിലേക്ക് വെള്ളം കയറി. മുനക്കക്കടവ്, ഇക്ബാൽ നഗർ, മൂസ റോഡ്, അഞ്ചങ്ങാടി വളവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയത്. പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അണ്ടത്തോട് കുമാരൻപടി ബീച്ചിൽ നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. പ്രിയദർശിനി ബീച്ചിൽ 2 വീടുകളിലേക്ക് കടൽ കയറി. വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. പുന്നീർകുളം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് വീട് തകർന്നു. ആനാക്കൽ സ്വദേശി മേൽവീട്ടിൽ രാജീവിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വേലൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ പന വീടിന് മുകളിലേക്ക് പൊട്ടിവീണ് വീട് ഭാഗികമായി തകർന്നു. കടവത്ത് പറമ്പിൽ സുജാതയുടെ വീടിന് മുകളിലേക്കാണ് പന പൊട്ടിവീണത്. ആളപായമില്ല. അപകട ഭീഷണിയായി നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിലെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരകൾ. തൃശൂരിൽ തലനാരിഴയ്ക്ക് ഒഴിവായിപ്പോയ അപകടം കുന്നംകുളം നഗരമധ്യത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന സ്ഥിതിയിൽ. വടക്കേകാട് കല്ലൂർ ശ്രീഭഗവതി ക്ഷേത്രത്തിന് മേൽ ആൽമരം കടപുഴകി വീണു. ശാന്തിമാർ ക്ഷേത്രം നടയടച്ച് പുറത്തിറങ്ങിയ ഉടനെയാണ് മരം നിലംപൊത്തിയത്. സമീപത്തുള്ള സമാധിയും ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും അണ്ടത്തോട്, പെരിയമ്പലം, തങ്ങൾപ്പടി മേഖലകളിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങിയതിൽ വലഞ്ഞ നാട്ടുകാർ പ്രതിഷേധവുമായി KSEB ഓഫീസിലെത്തി. പ്രതിഷേധത്തിനൊടുവിൽ ഞായറാഴ്ച വൈകിട്ടോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. എരുമപ്പെട്ടി, കുടക്കുഴി, ചെമ്പ്രയൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൽമരത്തിന്റെ കൂറ്റൻ മരക്കൊമ്പ് പൊട്ടിവീണു. ക്ഷേത്രമതിലും ഗേറ്റും തൊട്ടടുത്ത വീടിന്റെ ഒരു ഭാഗവും തകർന്നു. കടവല്ലൂർ കല്ലുംപുറത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ മേനോത്ത് വളപ്പിൽ ഷാജിയുടെ മകൻ 20 വയസ്സുള്ള അഫ്താബിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ പ്രവർത്തനോദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. നായരങ്ങാടി, മൂന്നാം കല്ല്, പൊന്നൂക്കാവ്, വിശ്വഭാരതി കോർണർ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1200 വിദ്യാർത്ഥികൾക്കാണ് സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയിലൂടെ സ്നേഹത്തിന്റെ കൈത്താങ്ങായത്. ചൂണ്ടൽ പൂലോത്ത് ഫാമിലി അസോസിയേഷന്റെ 14-ാം വാർഷികം ആഘോഷിച്ചു. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് കുട്ടികൾക്കുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാല ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. മണത്തല സൗത്ത് മരണാനന്തര സഹായ സമിതി 42-ാം വാർഷിക പൊതുയോഗവും N. വിദ്യാസാഗരൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 8-ാം വാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. CK കുമാരന്റെ ഓർമ്മയ്ക്കായി ചെന്താര കാവീടിന്റെ നേതൃത്വത്തിൽ SSLC+2 അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. മന്നലാംകുന്ന് ബീച്ചിലടിഞ്ഞ ഡോൾഫിന്റെ ജഡം യാസീൻ പള്ളി മയ്യത്ത് പരിപാലന കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. 7 അടിയോളം നീളമുള്ള ഒരാഴ്ച പഴക്കമുള്ള ചീഞ്ഞളിഞ്ഞ ഡോൾഫിനാണ് കരക്കടിഞ്ഞിരുന്നത്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഇടവകയിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരം 2025 പരിപാടി സംഘടിപ്പിച്ചു. BJP തെക്കേപ്പുറം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും SSLC+2 വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങും നടത്തി. വെള്ളറക്കാട് ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് വാർഷികാഘോഷം വികാരി ഫാദർ ജോഫി ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.